Hello everyone, welcome back to my channel. എൻ്റെ പേര് Venma. Diwali time ഒക്കെയല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡെസേർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റഫെല്ലോ കോക്കനട്ട് വെച്ചിട്ട് റഫെല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണെന്ന് കാണിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ റഫെല്ലോ ഒന്നും വിചാരിച്ചേക്കല്ല, എങ്കിലും ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് തേങ്ങ ഞാൻ ചെണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ തേങ്ങയാണിത്. ഇതിൻ്റെ അടിയിലായിട്ട് വരുന്ന ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതെടുക്കണ്ട കേട്ടോ. അതെടുക്കുമ്പോൾ നമ്മുടെ റഫെല്ലോയ്ക്ക് ആ ഒരു കളർ വരും. അല്ലാതെ അതിൻ്റെ പുറമേ ഉള്ള എല്ലാ വൈറ്റ് പോർഷൻ ഞാനിത് ചിരണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ പൊട്ടിച്ചിട്ട് അതിങ്ങനെ കിഴന്നെടുക്കത്തില്ല, ഇങ്ങനെ നമ്മളിങ്ങനെ പിച്ചത്തിട്ട് തോണ്ടിയിടത്തില്ലേ, അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ ബ്ലാക്ക് ഭാഗം എല്ലാം ചെത്തി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. എനിക്കും അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, വെള്ളം എല്ലാം വലിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുക്കണം. തണുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. ബാക്കി തേങ്ങ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് മെയ്ഡ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 4 സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. മതി, 4 സ്പൂൺ വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പം ഉരുണ്ട് കിട്ടണം കയ്യിലിങ്ങനെ. അതാണ് അതിൻ്റെ ഒരു പരുവം. കുറച്ചുകൂടെ വേണം എനിക്ക്. ഞാനൊരു സ്പൂണോളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇപ്പം നമ്മൾ 5 സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട് ഒരു വലിയ തേങ്ങയ്ക്ക്. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 5 സ്പൂൺ ടോട്ടൽ ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. തീരെ ചെറുത് മതി കേട്ടോ. എന്നിട്ട് ഇതിനുള്ളിലേക്കൊന്ന് ജസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കാഷ്യൂ നട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ബദാം വേണേൽ അത് വയ്ക്കാം, ഏത് വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലൊന്ന് വീണ്ടും ബോൾസ് ആക്കിയിട്ട് നമ്മളുടെ മുമ്പേ നമ്മൾ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നേ അതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒന്നിങ്ങനെ ഇട്ട് റോളാക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം.
നമ്മളുടെ റഫല്ലോ കോക്കനട്ട് എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, എനിക്ക് ഇച്ചിരി തണുപ്പിച്ച് കഴിക്കുന്ന ഇഷ്ടം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഡെസിക്കേറ്റ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ടാറ്റാ. Subscribe now and press the bell icon. Never miss an update.